എന്റെ ഭാര്യന്റെ മക്കളെ കൂടെ ജീവിച്ചിട്ടൊക്കെ മതിയായിട്ട് എന്നെല്ലാരും ചതിച്ചു, എല്ലാരും പറ്റിച്ചു, എന്നെ ഇങ്ങനെയാക്കി. അഭിലാഷ് പിള്ള വിഷ്ണു, അഭിലാഷ് പിള്ള അതുകൊണ്ട് അവനൊന്നും ഒരിക്കലും വിശ്വസിക്കരുത്. വിഷ്ണു അവന് ഡയറക്ഷനൊന്നും അറിയില്ല, അല്ല കള്ളന്മാരാണ്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിത് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഒറ്റയടിക്ക് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഈ വ്യക്തി എത്ര പേർക്ക് മനസ്സിലായി എന്നുള്ളത് അറിയില്ല. എനിക്കും ആദ്യം നോക്കിയപ്പോൾ ആരാണ് ഇയാളെന്ന് മനസ്സിലായില്ല. ഫസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ആദ്യമൊക്കെ വളരെ നോർമലായിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് കണ്ടു. പിന്നീട് ഈ വീഡിയോ കാണാൻ എന്നെ പ്രേരിപ്പിച്ചത് അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, പിന്നെ എന്തൊക്കെയാണ് നടക്കുന്നത് എൻ്റെ മുത്തപ്പ എന്ന് ഈ ഒരു പോസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തി എഴുതിയിട്ടുണ്ട്. പിന്നെ അതിലെഴുതിയിട്ടുണ്ട് എൻ്റെ മുരളിയേട്ടനൊന്നും സംഭവിക്കരുത് എന്ന് എഴുതി കണ്ടു. അപ്പോൾ ഞാൻ ഈ വീഡിയോ തുടർന്ന് കണ്ടു. കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇദ്ദേഹമാണ് വെള്ളം സിനിമയുടെ പ്രൊഡ്യൂസർ എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. വെള്ളം സിനിമ അതിലെ മുരളി കുന്നുംപുറത്ത് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. വെള്ളം സിനിമയിലുള്ള ഡയലോഗ് ഒരിക്കലും നമ്മൾ മറക്കില്ല. ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഡയലോഗ്. മാത്രമല്ല വെള്ളം സിനിമ ഒരുപാട് പേരെ ലൈഫിൽ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനായിട്ടുണ്ട്. ഒരുപാട് പേര് വെള്ളമടി നിർത്തിയിട്ടുള്ള അവരുടെ അനുഭവങ്ങളൊക്കെ ഫേസ്ബുക്കിലൂടെ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കാം. ഞാൻ പല സമയത്തും, കാരണം അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൊരു മൂവിയാണ്. പ്രത്യേകിച്ച് ആ ഒരു പാട്ടും അതെ, ആകാശമായവളെ എന്നുള്ള ആ ഒരു സോങ്, ആ ഒരു സിനിമ കഴിയുന്ന സമയത്ത് അത് ഇദ്ദേഹത്തിൻ്റെ റിയൽ സ്റ്റോറിയാണെന്ന് അറിയുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ ഒന്നും കൂടി ആ ഒരു മൂവി നമ്മളിലേക്ക് ഇമ്പാക്റ്റ് ഉള്ളത്. പിന്നീട് ഇദ്ദേഹം ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാൻ പുള്ളിയുടെ ഫേസ്ബുക്ക് പേജ്, മുരളി കുന്നുംപുറത്ത്, ജയസൂര്യ അതിൽ അഭിനയിച്ചിട്ടുള്ള കഥാപാത്രം ഇദ്ദേഹമാണ്. അപ്പോൾ പിന്നീട് അദ്ദേഹം രണ്ട് മൂവിയൊക്കെയാണ് കൂടുതൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് സുമതി വളവ്, ഞാൻ ആ മൂവി കണ്ടിട്ടില്ല. രണ്ടാമത്തത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് വ്യക്തി. രണ്ടാമത്തത് നദികളിൽ സുന്ദരി യമുന, ഞാൻ ഈ സിനിമയും കണ്ടിട്ടില്ല. അഭിലാഷ് പിള്ളേനെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് ഇയാൾ പറയുന്നുണ്ട്. ഈ മാളികപ്പുറം സിനിമയിലൂടെയാണ് അഭിലാഷ് പിള്ള. ഞാൻ ഒരു പ്രാവശ്യം എയർപോർട്ടിൽ വെച്ച് അഭിലാഷ് പിള്ളയെ കണ്ടിട്ടുമുണ്ട്, ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഞാനിങ്ങനെ പറഞ്ഞ സമയത്ത് എന്നെ അറിയാം, പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ മാളികപ്പുറം റിലേറ്റഡ് ആയിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തതാണ്. ആ സമയത്തൊക്കെ ഞാൻ ചെയ്ത വീഡിയോസ് റിയാക്ട് ചെയ്ത വീഡിയോസൊക്കെ ഉണ്ണിമൂന്തൻ ഷെയർ ചെയ്യുക എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഒരു പുള്ളിക്ക് എന്നെ അറിയാം എന്നുള്ളത് പുള്ളി അന്ന് കണ്ട് പറഞ്ഞിരുന്നു. പക്ഷേ വെച്ചിട്ട് അങ്ങനെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷനൊന്നുമല്ല. ആ ഒരു സമയത്തുമല്ല ഈ വീഡിയോ കണ്ടിട്ടുള്ളത്. പിന്നെ ഈ വെള്ളം മൂവിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ വെള്ളം മൂവിയുടെ ഒരു പ്രൊഡ്യൂസർ എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. അപ്പോൾ അയാളെ ഞാൻ പുള്ളിയെ റീച്ച് ഔട്ട് ചെയ്യാൻ നോക്കി, പക്ഷേ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടിയിട്ടില്ല. എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് റിയലി ഭയങ്കര വിഷമം തോന്നിപ്പോയി. സീരിയസ്ലി ഭയങ്കര വിഷമം. ഞാൻ ഈ വീഡിയോ ആരെ കാണിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഫാമിലിയായിട്ട് യാത്ര ചെയ്യുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത്. കാണുന്ന സമയത്തൊക്കെ ഭയങ്കര വിഷമം തോന്നിപ്പോയി. കാരണം ഒന്നാമത് വെള്ളം എന്ന് പറഞ്ഞ മൂവി അത്രയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു മനുഷ്യൻ്റെ റിയൽ സ്റ്റോറി എന്ന് പറയാം. പിന്നീട് അദ്ദേഹം സിനിമയിലേക്ക് ഇറങ്ങിയിട്ട് ഇത്ര അധികം ആൾക്കാരാൽ പറ്റിക്കപ്പെട്ടു എന്നുള്ള പറഞ്ഞിട്ടുള്ളത്. പുള്ളി ഇനി വീണ്ടും വെള്ളടി തുടങ്ങി, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയില്ല. പല രീതിയിലുള്ള കമൻറ്റുകളാണ് ഫേസ്ബുക്കിൽ ഇതിൻ്റെയൊക്കെ അടിയിൽ പോസ്റ്റായിട്ട് വരുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ പ്ലേ ചെയ്യാം. വീഡിയോ പ്ലേ ചെയ്തതിന് ശേഷം ബാക്കി സംസാരിക്കാം. അങ്ങനെയൊന്നുമല്ല എൻ്റെ യഥാർത്ഥ ലൈഫ്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഒറിജിനലി ഈ വീഡിയോ എവിടെയാണ് പോസ്റ്റ് ചെയ്തതെന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം വെച്ചാൽ എനിക്ക് കിട്ടിയത് ഇത് മറ്റുള്ള ഫേസ്ബുക്ക് പേജുകളിലും മറ്റുള്ള ഒരുപാട് ന്യൂസ് ചാനൽസ് എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പേജസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 1-2 ഇൻസ്റ്റാ പേജസിലാണ് എനിക്ക് ഈ ഒറിജിനൽ വീഡിയോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏതോ ഒരു ലൈവിൻ്റെ എന്തിൻ്റെയോ ഭാഗമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഇപ്പം ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ വരാൻ കാരണം. ഒരുപാട് ചതികൾ പറ്റി, ബിസിനസ്സിൽ ഒരുപാട് ചതികൾ പറ്റി. ടൈൽസ് ദുബായിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും കയറ്റി വെച്ചിട്ട് മലയാളികൾ വഴി ഒരുപാട് പൈസ കിട്ടാണ്ടായി. അഖിലേഷ്, തോട്ടടക്കാരൻ അഖിലേഷ് എന്നെ പരിചയപ്പെടുത്തിയത്, കാലിക്കറ്റിനോട് പോയി സതീശനാണ് അഖിലേഷിനെ പരിചയപ്പെടുത്തിയത്. അങ്ങനെ ബിസിനസ്സിൽ കുറേ പൈസ പോയി, ആൾക്കാരെ വിശ്വസിച്ച് കുറേ പൈസ പോയി, കമ്പനിക്കാർ കുറേ പൈസ കൊടുക്കാറുണ്ട്. അതിനിടയ്ക്ക് സിനിമ എടുത്തു വെള്ളം. അത് പിന്നെ അവസാനം എൻ്റെ പ്രൊഡ്യൂസറായി പോയതാണ്. രണ്ടാമത് നദികളിൽ സുന്ദരി യമുന, ഉണ്ണി വെള്ളോറ, വിജേഷ് പാണത്തൂർ, ഈ രണ്ടാളും കള്ളം പറഞ്ഞിട്ട് എന്നിട്ട് നമ്മുടെ വന്നു. അസിസ്റ്റന്റ് ഡയറക്ടറാണ്, ഇതാണ് നമ്മൾ. അങ്ങനെ ആ സിനിമ എടുത്തു. അതിന് 2 കോടി നഷ്ടം വന്നു. പിന്നീടാണ് അറിയുന്നത് ഇവർക്ക് സിനിമയൊന്നും അറിയില്ല, ഇവർ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഒന്നും അല്ലായിരുന്നു എന്ന്. ഇതൊക്കെ നമ്മളോട് കള പറഞ്ഞിട്ടാണ് വന്നത്. പിന്നെ മൂന്നാമത് സുമതി വളവ്, എല്ലാവരും വിചാരം പടം സിനിമ ഭയങ്കര വിജയമാണ്. ഇത് ജീവിതം ഇന്ന് കൈവിട്ടു പോയിരിക്കും.
എൻ്റെ മക്കളെ കൂടെ ഭാര്യയുടെ കൂടെ ജീവിച്ചിട്ട് മതിയായിട്ട് കൊതി തീർന്നിട്ടില്ല. പക്ഷെ എനിക്ക് ഈ സിനിമ ഒരു മനുഷ്യൻ ലൈവിൽ വന്നിട്ട് എൻ്റെ ഭാര്യയുടെയും മക്കളെയും കൂടെ ജീവിച്ച് മതിയായിട്ടില്ല എന്നൊക്കെ പറയുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ ലൈഫ്, ഇയാൾ വളരെ നല്ലൊരു മനുഷ്യനായിട്ടാണ് അറിയപ്പെട്ടിട്ടുള്ളത്. എന്നോട് ഇദ്ദേഹത്തെ കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേര് ഇതിനു മുന്നേ സംസാരിച്ചൊരു കേസാണ്. പുള്ളി അത്രയും നിഷ്കളങ്കനായിട്ടുള്ളൊരു വ്യക്തിയാണ്, വളരെ നല്ലൊരു വ്യക്തിയാണെന്ന് എന്നാണ് അന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു വീഡിയോ വരുമ്പോൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തെ പല ആൾക്കാർ ചേർന്ന് പറ്റിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് സത്യം പറയാൻ ഭയങ്കരമായിട്ട് വിഷമം തോന്നിപ്പോവുക. അതായത് എനിക്ക് ഒരു മനുഷ്യൻ ലൈഫിൽ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് 7 കോടിയോട് നഷ്ടമാകും. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒരുപാട് കടങ്ങൾ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ കൂടി ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പല വീഡിയോസ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചില ആൾക്കാർ എഴുതി കണ്ടു, കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ അറിയുന്നു എന്നുള്ള കണ്ടീഷനിലാണ് ചില ആൾക്കാർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. സത്യാവസ്ഥ അറിയില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും ഇദ്ദേഹത്തിന് എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയില്ല. ഇദ്ദേഹം ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണെന്നിട്ടാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പോകുന്നു. എനിക്ക് ജീവിച്ചിട്ട് കൊതി തന്നിട്ടില്ല. ഭാര്യൻ്റെ മക്കളെ കൂടെ എന്റെ കടക്കാരൻ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. എല്ലാവരും കൂടി എന്നെ പറ്റുന്നില്ല. എന്റെ ഭാര്യന്റെ മക്കളെ കൂടെ ജീവിച്ചിട്ടൊക്കെ മതിയായിട്ട് എന്നെല്ലാവരും ചതിച്ചു, എല്ലാവരും പറ്റിച്ചു, എന്നിങ്ങനെയാക്കി. അഭിലാഷ് പിള്ള, വിഷ്ണു, അഭിലാഷ് പിള്ള എന്ന് പറഞ്ഞാൽ അവരൊന്നും ഒരിക്കലും വിശ്വസിക്കരുത്. വിഷ്ണു അവര് ഡയറക്ഷനൊന്നും അറിയില്ല, അല്ല കള്ളന്മാരാണ്. എല്ലാവരും ഈ സത്യം അറിയണം. എന്നെ പറ്റിച്ചതാണ് വെള്ളം കൂടിയിട്ട് എല്ലാവരും കൂടി പറഞ്ഞ് പറ്റിച്ചു. എന്റെ നല്ലൊരു ജീവിതം കൊണ്ട് ഈ സിനിമാക്കാരെ വിജേഷ് പണത്തോരു ഉണ്ണി വേണ്ടവരാ. അഭിലാഷ് പിള്ള, വിഷ്ണു ഇവരെല്ലാം കൂടെ എന്റെ ജീവിതം കളഞ്ഞു. ദൈവം അവർക്ക് മാപ്പ് കൊടുക്കാൻ അവരിപ്പോ സുഖമായി ജീവിക്കുന്ന ഭാര്യയുടെ മക്കളെ കൂടി. ഞാനിന്ന് എനിക്ക് മരിക്കാൻ വേണ്ടിട്ട് ധൈര്യമില്ല. പക്ഷെ മരിച്ചേ പറ്റൂ. എല്ലാവർക്കും മാപ്പ്. ഞാൻ ഒരുപാട് ആൾ കൂടി നിർത്തിയിട്ടുണ്ട്. അവരോടല്ലോ നിങ്ങളൊരിക്കലും എന്നെ കുടിക്കരുത്, എന്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി. മാപ്പ് സുഹൃത്തുക്കളെ, മാപ്പ്. ഓക്കെ, ഇത് എവിടുന്ന് വന്ന വീഡിയോ ആണ്, ഏത് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തതാണ്, ഏത് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തതാണ് ഒറിജിനലി എന്നുള്ള കാര്യം അറിയില്ല. ഈ വീഡിയോ എനിക്ക് കിട്ടിയത് ചില ഇൻസ്റ്റാഗ്രാം പേജസാണ്, ഒരുവിധം ന്യൂസ് ചാനൽസ് എല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ഈ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്നുള്ള കാര്യം അറിയില്ല. ചില പേരുകൾ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. അവരൊന്നും ഇതുവരെ ഒരു പ്രതികരണമായിട്ടും വന്ന് കാണുന്നില്ല. എന്തായാലും ഒരാളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അത് കഷ്ടമാണ്, പറയാതിരിക്കാൻ വയ്യ. കാരണം നിങ്ങളൊക്കെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം നിങ്ങളെ സഹായിച്ചൊരു കരക്കെത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അയാളെ പറ്റിച്ചിട്ട് അയാളെ അടുത്ത് കാശ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ആരെങ്കിലും ചെയ്ത്, ഞാരുടെയും പേരുകൾ എടുത്ത് പറയുന്നില്ല, ഇദ്ദേഹം ഒരുപാട് പേരുകൾ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മുകളിലുണ്ട്. ഞാൻ ഒരു നോർമൽ പേഴ്സൺ ഈ ഒരു വീഡിയോ കാണുന്നത്, ഇതിൻ്റെ പുറകിലെന്താണ്, പുള്ളി എന്ത് മൈൻഡിലാണ്, പുള്ളിയുടെ എന്ത് സിറ്റുവേഷനിലാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ അറിയില്ല. പുള്ളി എന്തൊക്കെ അലിഗേഷൻസ് ആൾക്കാരെതിരെ വെക്കുന്നത് കറക്റ്റാണെന്നുള്ള കാര്യങ്ങൾ പോലും നമുക്കറിയില്ല. ഈ ഒരു വീഡിയോൻ്റെ ബേസിൽ മാത്രമാണ് പറയുന്നത്. എന്തായാലും എന്തെങ്കിലും ഫർദർ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അടുത്തൊരു വീഡിയോയിലോട്ട് വരാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. വിഷമം തോന്നിപ്പോയി, സത്യം പറഞ്ഞാൽ വിഷമം തോന്നിപ്പോയി.